പതഞ്ജലിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ചാണ്. സുപ്രീം കോടതി ആവർത്തിച്ച് ഇടപെടുകയാണ്. പതഞ്ജലി ഇപ്പോൾ തെറ്റായ അവകാശവാദങ്ങളുമായിട്ട് വലിയ തോതിൽ പരസ്യം കൊടുക്കുകയാണ്. അത് തടയണം. വലിയ പിഴത്തുകയെക്കുറിച്ച് കോടതി സംസാരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഇടപെടാത്തതിനെക്കുറിച്ച് കോടതി രോഷം കൊള്ളുന്നു. അപ്പോൾ പതഞ്ജലിയുമായി ബന്ധപ്പെട്ട ഇപ്പം ഈ ബാബ രാംദേവിൻ്റെ പതഞ്ജലിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ഒരു ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. കോവിഡ് വന്ന സമയത്ത് കോവിഡിന് 90 ദിവസം കൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ടാബ്ലറ്റ് ഞങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നു. സ്ത്രീകൾക്ക് അവരുടെ പ്രത്യുൽപാദന ശേഷി, ആൺകുട്ടികളെ ഉണ്ടാക്കാനുള്ള എന്തൊക്കെയോ മരുന്നുകൾ എന്നൊക്കെയുള്ള കഥകളൊക്കെ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരുടെ സംഗതികൾ മുഴുവൻ ഏതാണ്ട് 40% ഉൽപ്പന്നങ്ങളും തട്ടിപ്പാണെന്ന് കണ്ടെത്തിയത് നോർത്ത് ഇന്ത്യയിലെ ഒരു ലാബിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറേ വിവാദങ്ങളുടെ ഒരു വലിയ പരമ്പരയുണ്ട്. അപ്പോൾ മറ്റ് പ്രോഡക്റ്റൊക്കെ വിറ്റുള്ളൂ, പക്ഷേ ഈ ഔഷധ സ്വഭാവമുള്ള പ്രോഡക്റ്റുകൾക്ക് മേൽ അമിതമായ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വെക്കുന്ന ഏർപ്പാട് നടക്കില്ല എന്ന് കോടതി തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. ദാവൂദ് സാഹിബ്, ഇതിനകത്ത് ഇവിടെ ഒരു സിസ്റ്റം ഇല്ലെന്നാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ സിസ്റ്റം ഇല്ലെന്ന് ചോദിച്ചാൽ സിസ്റ്റം കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും BJP ഒക്കെയാണ്. ആ സിസ്റ്റവും ബാബ രാംദേവും തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ എത്രയോ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് മരുന്ന് കച്ചവടമൊക്കെയും നടക്കും, അങ്ങനെ ഇവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ എന്നുള്ളത് എന്തുമാത്രം ഗുരുതരമായ ഒരു സിറ്റുവേഷനാണ്. അല്ല, അതിൽ ഇപ്പോൾ കോടതി ഇടപെടൽ ഇത് നിഷേധ പറഞ്ഞാൽ ഈ പ്രോഡക്റ്റുകളുടെ ഒരു പരസ്യവും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് നേരത്തെ കോടതി പറഞ്ഞതാണ്. 2023 നവംബറിൽ ഇത് പറഞ്ഞു. പക്ഷേ ജഡ്ജ് ഓറലി ഇത് പറഞ്ഞതാണ്, കേസ് മുന്നോട്ട് പോകാനുള്ള. പക്ഷേ എന്നതിന് ശേഷം വീണ്ടും ഇതേമാതിരിയുള്ള പരസ്യങ്ങൾ വന്നു എന്ന് കണ്ടപ്പോഴാണ് അങ്ങനെ ആ ചീഫ് ജസ്റ്റിന് ആരോ കത്തയക്കുകയാണ്. അങ്ങനെയാണ് വീണ്ടും ഇത് വരുന്നു. വളരെ കൃത്യമായിട്ട് തന്നെ ഇൻ റൈറ്റിങ്ങിൽ തന്നെ പരസ്യം പാടില്ല എന്ന് കോടതി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ തമാശയുണ്ട്. ഇവരുടെ ഈ ഫാക്ടറിയൊക്കെ കിടക്കുന്നത് UP ഹരിദ്വാറിലാണ്. 2002 ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ 2002 എൻ്റെ ഓർമ്മ. അവിടെ എന്താ വെച്ചാൽ 6000 റുപ്യൊക്കെയാണ് ഒരാളുടെ ശമ്പളം, അവിടുത്തെ തൊഴിലാളികളുടെ ശമ്പളം എന്ന് പറയുന്നത്. മാസത്തിലാണ്, 12 മണിക്കൂർ ജോലിയാണ്. അപ്പോൾ ഒരുപാട് തൊഴിൽ പ്രശ്നങ്ങൾ, ഈ തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന CIT ആണ്. CIT പല സമയങ്ങളിലായിട്ട് അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ ഇടപെടുന്നത്. ആ സമയത്ത് ബൃന്ദക്കാരായിട്ട് അവരുടെ ചില സമരങ്ങൾക്കൊക്കെ പോവുകയൊക്കെ ചെയ്തു. അന്നൊരിക്കൽ വലിയ വിവാദമായിരുന്നു സംഭവിച്ചത്. 2002 എൻ്റെ ഓർമ്മ. ബൃന്ദക്കാരായിട്ടൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. ഇങ്ങേരുടെ പ്രോഡക്റ്റുകളിൽ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും എല്ല് ചേർക്കുന്നുണ്ട്, എല്ല് പൊടിച്ച് ചേർക്കുന്നുണ്ട് എന്നൊരു ആരോപണം ബൃന്ദക്കാരായിട്ട് ഭയങ്കര വിവാദമാവുന്നു. ഇങ്ങേരാണെങ്കിൽ ഈ ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയൊക്കെ ജനകീയമായിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു യോഗ ഗുരു എന്നുള്ള ഒരു ഇതുണ്ട്. ഈ പറഞ്ഞ ഈ സംഘ പ്രൊഫൈലുകൾ എന്നുള്ള പിന്തുണയുണ്ട്. ബൃന്ദക്കാരായിട്ടിനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നു. അപ്പോൾ ബൃന്ദക്കാരായിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്നു. അവർ പറഞ്ഞു നമുക്ക് ടെസ്റ്റ് ചെയ്യാം, ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ 1-2 പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു, അത് കണ്ടെത്തുന്നു. പക്ഷേ അതിലെ പ്രശ്നം എന്ന് വെച്ചാൽ സാങ്കേതികമായി അതിന് വാലിഡിറ്റി ഇല്ല എന്നുള്ളൊരു വാദമാണ്. എന്ന് വെച്ചാൽ ഇത് ബൃന്ദ കൊടുത്ത സാമ്പിളാണ്, ഇത് അവിടുന്ന് തന്നെ എടുത്തതാണെന്ന് എന്താണ് തെളിവ് എന്ന ചോദ്യം വന്നു. അപ്പോൾ ബൃന്ദാതിന് മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് അവിടുന്ന് മേടിച്ചതിൻ്റെ ഈ ഷീറ്റ് ബില്ലുണ്ടാവില്ല, ബില്ലൊക്കെ കാണിച്ച് അവിടെ നിന്ന് തന്നെ മേടിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷേ എനിവേ അതിനൊരു ലീഗൽ സ്റ്റാറ്റസ് ഇല്ലാതെ അങ്ങ് പോയി. പക്ഷേ അത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ വെജിറ്റേറിയനിസത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ആളുകളാണ് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും എല്ല് ചേർക്കുന്നു എന്നുള്ള വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ കേസിന് വരിക്കുന്ന ഇവരാണ്, IMA കാരാണ്. IMA കാരുടെ പ്രശ്നം ഇതൊന്നുമല്ല. IMA കാരുടെ പ്രശ്നം ഇങ്ങനെ അലോപ്പതിക്കെതിരെ സംസാരിക്കുന്നു. അലോപ്പതി കൊണ്ടൊരു ഗുണമൊന്നുമില്ല, അലോപ്പതിക്കെതിരെ സംസാരിക്കുന്നു എന്ന് മാത്രമല്ല സയൻറ്റിഫിക്കലി ടെസ്റ്റഡ് അല്ലാത്ത മെഡിസിൻസ് അതിന് ഇന്ന ഹെൽത്ത് എഫിക്കസീസ് ഉണ്ട് എന്ന് വാദിക്കുന്നു. ഇത് രണ്ടും പ്രശ്നമാണ് IMAയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ് അവരതിനെതിരെ പോകുന്നത്. അതാണ് ഇപ്പോൾ കോടതി നിരോധിക്കുന്നത്. ഹെൽത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സാധനവും പരസ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇതൊരു വൻ സാമ്രാജ്യമാണ്. മുമ്പ് ന്യൂയോർക്ക് ടൈംസിലൊരു ഇത് വന്നിട്ടുണ്ട്, എന്താണ് ബില്യണിയർ യോഗി ദ റൈസ് ഓഫ് മോഡി എന്ന് പറഞ്ഞിട്ട് എന്താണ് മോഡിയും ഹിന്ദുത്വ പൊളിറ്റിക്സും ഇങ്ങേരുടെ വളർച്ചയും നമ്മളെ ബന്ധത്തെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുന്നൊരു ലേഖനമാണ്. ലോകത്തുള്ള എല്ലാ സ്വച്ഛാധിപതികൾക്കും ഇങ്ങനെ ചില ആളുകളുണ്ടാവും. പിന്നെ ഒരു അപ്പുറത്തും ഇപ്പുറത്തും ഒരു പ്രൊപ്പഗാൻഡിസ്റ്റ് ഉണ്ടാവും, ഒരു വ്യവസായി ഉണ്ടാവും. അപ്പോൾ മോഡിയുടെ വരവിന് എല്ലാവർക്കും കാണാൻ പറ്റും. മോഡിയുടെ വരവിന് കാരണമായിട്ടുള്ള ഈ ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റിലൂടെയാണല്ലോ ഇങ്ങനെ പൊതുരംഗത്ത് അധികം യോഗ കഴിഞ്ഞാൽ ഈ അധികം ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്തായിരുന്നു നമുക്കറിയാം. പക്ഷേ എനിക്കൊന്ന് അഡാനി വന്നതിന് ശേഷം മോഡി അത്ര ഇദ്ദേഹത്തെ ഗൗനിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിവേ അദ്ദേഹത്തിന്
ഇതൊരു പ്രഹരമാണെന്ന് വെച്ചാൽ ഇതൊന്നും വലിയ പ്രഹരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ് പരിപാടി എന്നുള്ളൊരു സന്ദേശം നൽകുന്നതിൽ സഹായിക്കുമായിരിക്കും. ഈ പതഞ്ജലി മുമ്പ് ഞാൻ ഈ പതഞ്ജലി ആദ്യം ശ്രദ്ധിക്കുന്നത് എപ്പോൾ വെച്ചാൽ ഇവിടെ മോറിൻ്റെ ഔട്ട്ലെറ്റ് പോയപ്പോൾ മോറിൻ്റെ ഔട്ട്ലെറ്റ് ഒരു ബോർഡ് ഉണ്ടാവും, വൈറ്റ് ബോർഡ് ഉണ്ടാവും, നമുക്ക് നമ്മുടെ സജഷൻസ് എഴുതി വെക്കാം. അപ്പോൾ ഒരു തവണ പോയപ്പോൾ ഞാൻ സാധാരണ പോകുന്നൊരു ഔട്ട്ലെറ്റായിരുന്നു. ഒരു തവണ പോയപ്പോൾ പതഞ്ജലിയുടെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഇവിടെ ഇല്ലല്ലോ, അത് വേണം എന്നൊരാൾ. ഞാൻ അത്ര പിന്നെ അടുത്ത ആഴ്ച പോയപ്പോൾ എഗൻ വേറൊന്ന് പതഞ്ജലിയുടെ വേറെന്തോ ഒരു സാധനം ഇല്ലല്ലോ, അത് വേണമെന്ന്. ഇത് എല്ലാ ആഴ്ച പോയാലും ഇത് കാണാം. അപ്പോൾ ഞാൻ വെറുതെ കൗതുകത്തിന് വേണ്ടി ഇവിടെ വേറൊന്ന് 2 ഔട്ട്ലെറ്റിൽ പോയി, ജാഫർ ഖാൻ കോളനിയിൽ അവിടെയും സമാനമായിട്ടുള്ള പരിപാടി. ഇങ്ങനെയൊക്കെയാണ്. ഒന്നുകിൽ ഇയാളുടെ ഫാൻ ഉണ്ടാവും ഇവിടെയൊക്കെ, അല്ലെങ്കിൽ ഇത് നല്ലൊരു മാർക്കറ്റിംഗ് തന്ത്രമാണല്ലോ. എല്ലാ ഔട്ട്ലെറ്റിലും പോയിട്ട് അവിടുത്തെ സജഷൻ ബോക്സിൽ അല്ലെങ്കിൽ അവിടുത്തെ ബോർഡിൽ എഴുതി വെക്കുക. ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളും സംഗതികളൊക്കെ ഉള്ള ആളാണ്. എനിവേ കോടതി അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയെന്നുള്ള സ്വാഗതാർഹമാണ്. അല്ല, കോടതി ഒരു നിർദ്ദേശം നൽകുന്നു, കോടതി വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നു. പക്ഷേ അതിനകത്ത് ആക്ഷൻ എടുക്കേണ്ടത് ഒരു അതിൻ്റെ ക്വാളിറ്റി ചെക്കിന് ഡ്രൈവ് നടത്താനൊക്കെ സർക്കാരാണല്ലോ. സർക്കാരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ട. കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണ്, ഇവർ അൺസയൻറ്റിഫിക് ആയിട്ട് ചില ക്ലെയിം നടത്തുകയാണ്. ഇപ്പോൾ മാജിക് റെമഡി ലോ അനുസരിച്ച് കുറ്റകരമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ട് എത്രയോ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രൊഡക്റ്റിനില്ലാത്ത ക്വാളിറ്റി ഉണ്ട് എന്ന് അവകാശപ്പെടുക എന്നുള്ളത് നിയമപരമായി തെറ്റാണ്. അതിനപ്പുറമാണ് ഈ അലോപ്പതി എന്ന് പറഞ്ഞാൽ വ്യാജ സയൻസ് ആണെന്ന് പരസ്യത്തിൽ എഴുതി വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മറന്നു പോരാത്ത ഒരാൾ, ഇദ്ദേഹത്തിനെതിരെയുള്ള നിയമപരമായ പോരാട്ടത്തിൽ മറന്നു പോരാത്ത KV ബാബു എന്നൊരു ഡോക്ടറാണ്, കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു നേത്രരോഗ വിദഗ്ധനാണ്. അപ്പോൾ മൂപ്പർക്ക് ഇതിൽ സംശയം, പുള്ളി സാധാരണ ഒരു ഡോക്ടറാണ്. ഈ പതഞ്ജലിയുടെ പരസ്യത്തിൽ ഈ തുള്ളിമരുന്ന് ഒഴിച്ചാൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരസ്യം കണ്ടപ്പോൾ ഇതെന്ത് കുന്തമാണെന്ന് വിചാരിച്ച് ഇദ്ദേഹം നിരന്തരം ആയുഷ് മന്ത്രാലയത്തിന് RTI കൊടുത്തുകൊണ്ടിരുന്നു, നിരന്തരം. അപ്പോൾ അതിന് റിപ്ലൈ വരുന്നുണ്ട്. ഈ റിപ്ലൈ വരുന്നതനുസരിച്ച് റിപ്ലൈയും കംപ്ലയിൻസും അദ്ദേഹം നിരവധി RTIകൾ കൊടുക്കുന്നു, നിരവധി പരാതികളും കൊടുക്കുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഈ പരസ്യങ്ങളിൽ ഇടപെടാനും അതുപോലെ ഇവരുടെ ക്വാളിറ്റി ചെക്ക് നടത്താനും ഇവരുടെ ഫാക്ടറി പരിശോധിക്കാനും ഉത്തരാഖണ്ഡ് സർക്കാരും കേന്ദ്ര ആയുഷ് മന്ത്രാലയം നിർബന്ധിതരാകുന്നു. അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് തുടർന്നാണ് IMA സുപ്രീം കോടതിയിൽ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം നിരന്തരം ചോദിക്കുന്നത് ഇവരുടെ മുഴുവൻ ക്ലെയിംസും ഇതാണല്ലോ, കോവിഡിനെതിരെ മരുന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു കോവിഡ് കാലത്ത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഇന്ത്യയിൽ നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അർജുൻ റാം മെഘ്വാൾ എന്ന് പറഞ്ഞിട്ടൊരു കേന്ദ്രമന്ത്രിയുണ്ട്. കോവിഡിൻ്റെ സമയത്ത് തലക്കെട്ട് രാജസ്ഥാൻകാരൻ. മൂപ്പര് ഒരു പപ്പടം പ്രൊമോട്ട് ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഈ പപ്പടം കഴിച്ചാൽ കോവിഡ് മാറുമെന്ന് പറഞ്ഞ് ചാണകം പൂശിയ MP-മാരും മന്ത്രിമാരും വരെ ഉണ്ടായിട്ടുണ്ട്. ഗോമൂത്രം കഴിച്ചു കഴിഞ്ഞാൽ കോവിഡ് മാറുമെന്ന് പറയുന്ന മന്ത്രിമാരുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഭരണകൂടത്തിന് കീഴിൽ ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇനിയിപ്പോൾ സുപ്രീം കോടതി അങ്ങനെ പറയുമായിരിക്കും, ഉത്തരവിടുമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല യോഗിക്കെതിരെ എന്തെങ്കിലും ഉണ്ടാവും. യെസ്, എന്തായാലും സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യമെങ്കിലും നമ്മൾ ഓർത്ത് വയ്ക്കുക. നാളെ ഇരിക്കാം. നമസ്കാരം.